ഇതൊക്കെ ഞാൻ പലപ്പോഴായി പലയിടത്തു നിന്നായി വാങ്ങിക്കൂട്ടിയ താമരകളാണ്. ഇതിലും കൂടുതലുണ്ടായിരുന്നു. 25ഓളം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും അതിൻ്റേതായ ബോട്ടിൽ അതിൻ്റെ ഐഡിയും എഴുതി കൃത്യമായി സൂക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം പോയി. ഇപ്പോൾ ഏതൊക്കെ ഏതെന്നൊന്നും അറിയാനും വയ്യ. എല്ലാം കുഴഞ്ഞു മറിഞ്ഞൊരു അവിയൽ പരുവത്തിലിരിക്കുക. എന്നും കരുതും ഇതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് DAP ഒക്കെ വെച്ച് വീണ്ടും പഴയതുപോലെ പുഷ്പിച്ചെടുക്കണമെന്ന്. മടി കാരണം ഒന്നും ചെയ്യാറേ ഇല്ല. ഇന്നെന്തായാലും കാലത്ത് എഴുന്നേറ്റപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് ഉറപ്പായിട്ടും ചെയ്യണമെന്ന്. അങ്ങനെ തന്നെ ഓരോ ബോട്ടിലെയും ചീഞ്ഞ ഇലകളും നിറഞ്ഞു കിടന്ന അസോളകളും പായലുകളും ഒക്കെ കൃത്യമായിട്ട് വൃത്തിയാക്കിയെടുത്തു. അതിനുശേഷം ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട 1-2 ബോട്ടുകളുണ്ടായിരുന്നു. അതിനും ഷോക്ക് ട്രീറ്റ്മെൻറ്റും കൊടുത്ത് റീപോർട്ട് ചെയ്യേണ്ടതിനെയൊക്കെ റീപോർട്ടും ചെയ്ത് DAP വെക്കേണ്ടതിനൊക്കെ DAPയും വെച്ച് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് DAPയാണ്. മുമ്പൊക്കെ NPK യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും DAPയാണ്. അത്യാവശ്യം റിസൾട്ട് എനിക്ക് DAPയിൽ കിട്ടാറുമുണ്ട്. 1-2 ബോട്ടിലൊക്കെ DAPയും കൃത്യമായി ഇറക്കി വെച്ചിട്ട് ഇതും കൂടി ആയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഏറെക്കുറെ പൂർണ്ണമായി. ഇനി ഇതിലെല്ലാം ഫ്ലവർ ഉണ്ടാകുമ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉറപ്പായിടുന്നതായിരിക്കും.